ഹലോ സ്റ്റുഡൻസ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പാണ്ടാസ് സീരീസ്. പാണ്ടാസ് സീരീസ് എന്താണെന്ന് നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ. അപ്പം ഞാനിവിടെ 2 എക്സാമ്പിൾസ് കാണിച്ചിട്ടുണ്ട്. ഇത് 2 സീരീസാണ്. ഫസ്റ്റ് സീരീസ് ഈ കാണിച്ചിരിക്കുന്നത് ഇത് ഇൻഡെക്സ് ഡാറ്റ. സെക്കൻഡ് സീരീസ് പെൻ, പെൻസിൽ, ബുക്ക്, ബാഗ്, ബോക്സ്, സ്കെയിൽ എന്നുള്ളതാണ് ഇൻഡെക്സ്. 1622 ഈ കാണിച്ചിരിക്കുന്നതാണ് അതിൻ്റെ ഡാറ്റ എന്ന് പറയുന്നത്. സീരീസ് ഈസ് യൂസ് ടു സ്റ്റോർ ഡാറ്റ. ഇവിടെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഡാറ്റയ്ക്കാണ്, അതായത് ഈ 16, 22, 31 ഈ ഡാറ്റയ്ക്കാണ് ഇമ്പോർട്ടൻസ്. ഇൻഡെക്സ് ഈസ് യൂസ് ടു ആക്സസ് ദ എലമെൻറ്റ്സ്. എലമെൻറ്റ്സിനെ ആക്സസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഇൻഡെക്സ് യൂസ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം പാണ്ടാ സീരീസിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. എ പാണ്ടാ സീരീസ് ഈസ് എ 1-dimensional ലേബിൾഡ് അറേ. ലേബിൾഡ് അറേ എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാമല്ലോ. ഇതിന് ഡാറ്റയും ഉണ്ട്, ഒരു ലേബലും ഉണ്ട്. ഇവിടെ ഇതുപോലെ ഡാറ്റ ഉണ്ട്, അതുപോലെ തന്നെ ലേബൽസും ഉണ്ട്. 1-dimensional എന്ന് പറയുന്നത് ഒരു കോളമേ ഉള്ളൂ, സിംഗിൾ കോളമേ ഉള്ളൂ. സീരീസ് ഈസ് ഹാവിങ് ഓൺലി എ സിംഗിൾ കോളം. ഒരു കോളം ഉള്ളത് കൊണ്ടാണ് 1-dimensional എന്ന് പറയുന്നത്. നമ്മൾ ഡാറ്റ ഫ്രെയിമിൻ്റെ കേസ് പറയുമ്പോൾ 2-dimensional വിച്ച് ഈസ് ഹാവിങ് മൾട്ടിപ്പിൾ കോളംസ്. 1-dimensional ആണ്, അതുപോലെ ലേബിൾഡുമാണ്, capable of holding data of any type. അതായത് ഡാറ്റ ക്യാൻ ബി ഓഫ് എനി ടൈപ്പ്. ഇവിടെ ഈ 2 എക്സാമ്പിളിൽ സെയിം ഡാറ്റയാണ്, ഇൻറ്റിജർ ടൈപ്പാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഡി ടൈപ്പ് int64 എന്ന് വന്നിരിക്കുന്നത്. അതുപോലെ ഫ്ലോട്ട് 64 വരാം. പോയിൻറ്റ്സ് ഉണ്ടെങ്കിൽ ഡാറ്റ ഡെസിമൽ വാല്യൂസ് ആണെങ്കിൽ ഫ്ലോട്ട് 64 എന്ന് വരും. അല്ലെങ്കിൽ സ്ട്രിങ് ഡാറ്റ ആണെങ്കിൽ, നമ്മുടെ ഡാറ്റ സ്ട്രിങ് ടൈപ്പ് ആണെങ്കിൽ ഡി ടൈപ്പ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് ആയിരിക്കും. By default, series has numeric data labels called an index starting from 0. Default ആയിട്ട് 0യിലാണ് ഇൻഡെക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ എക്സ്പ്ലിസിറ്റ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ വേറെ ലേബിൾഡ് ഇൻഡെക്സ് കൊടുക്കാം. 2 types of indexes are there: positional index and labeled index. Positional index starts from 0 and labeled index be user defined. യൂസർ കൊടുക്കുന്ന അനുസരിച്ചായിരിക്കും ലേബിൾഡ് ഇൻഡെക്സ്. ഇവിടെ കുറേ എക്സാമ്പിൾസ് കാണിച്ചിട്ടുണ്ട്. 0, 1, 2, 10, 20, 30 ഇത് ഡീഫോൾട്ട് ഇൻഡെക്സ് അല്ലെങ്കിൽ പൊസിഷണൽ ഇൻഡെക്സ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. സെയിം സീരീസ് തന്നെ ആപ്പിൾ, മാംഗോ, ചെറി ലേബിൾഡ് ഇൻഡെക്സ് ആക്കിയിരിക്കുന്നു. വേറെ ഒരു എക്സാമ്പിൾ ഇവിടെ നേരത്തെ നമ്മൾ കണ്ട സ്ലൈഡിലെ എക്സാമ്പിൾ തന്നെയാണിത്. ഇവിടെ ഇതിൻ്റെ അകത്തിൽ ബോക്സ് എന്ന് പറയുന്ന ഡാറ്റ നാൻ ആയിരിക്കുന്നു, നോട്ട് എ നമ്പർ. നാൻ എന്ന് പറഞ്ഞാൽ അൺഅസൈൻഡ് വാല്യൂ, അതാണ് നാൻ എന്ന് പറയുന്നത്. ഒരു ഡാറ്റ, ഏതെങ്കിലും ഒരു ഡാറ്റ നാൻ ആയി കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കിയുള്ള ഡാറ്റ എല്ലാം ഫ്ലോട്ട് ആവും. കണ്ടോ, 0.0 എല്ലാത്തിൻ്റെ കൂടെ 0.0 ആഡായി ഡാറ്റ ടൈപ്പ് ഫ്ലോട്ട് 64 ഓട്ടോമാറ്റിക്കലി ഈ സീരീസിൻ്റെ ഡി ടൈപ്പ് എന്ന് പറയുന്നത് ഫ്ലോട്ട് 64 ആവും. ഇവിടെ നോക്കിയാൽ ഈ എക്സാമ്പിളിൻ്റെ അതിൽ ഡെൽ, മും, ജയ് ഇതാണ് ഇതിൻ്റെ ഇൻഡെക്സ്. ഡാറ്റ എന്ന് പറയുന്നത് ഡൽഹി, മുംബൈ, ജയ്പൂർ. ഡി ടൈപ്പ് കണ്ടോ, ഒബ്ജക്റ്റ് എന്നായത് കണ്ടോ. ഡാറ്റ സ്ട്രിങ് ടൈപ്പ് ആയതുകൊണ്ടാണ് ഇവിടെ ഡി ടൈപ്പ് ഒബ്ജക്റ്റ് ആയത്. നെക്സ്റ്റ് എക്സാമ്പിളിൽ ഇൻഡെക്സ് ഡാറ്റ. ആദ്യം കൊടുത്തിരിക്കുന്നതാണ് ഇൻഡെക്സ്. ഈ 101, 102, 103, 104, 105 ഇതാണ് ഇൻഡെക്സ്. റൈറ്റ് സൈഡിൽ കാണുന്നതാണ് ഡാറ്റ എന്ന് പറയുന്നത്.